മുനമ്പം ഭൂപ്രശ്നത്തിൽ LDF UDF രാഷ്ട്രീയ പോര് തുടരുകയാണ്. ഉമീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തത് സാങ്കേതികം മാത്രമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. എന്നാൽ പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയെന്നാണ് UDF നിലപാട്. രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്ക് LDF സർക്കാർ കൂട്ടുപിടിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് പോർട്ടൽ രജിസ്റ്റർ ചെയ്തത്? അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത് നിങ്ങളെ ആരെ ഇറക്കി വിടൂലെന്നാ. അപ്പൊ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. ആ പാവപ്പെട്ട മനുഷ്യരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് അത് പ്രൊട്ടക്ട് ചെയ്യുവാന്, പിന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് നികുതി അടയ്ക്കാനുള്ള സംവിധാനവും ആ ഭൂമിയിലെ പൂർണ്ണ അവകാശവും കൂടി അവർക്ക് വാങ്ങിച്ചു. മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് അധികാരം വന്ന് 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാന്നല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന് ഊരാൻ കഴിയാത്ത നിലയിലേക്ക് പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള സമീപനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇപ്പോൾ അന്ന് ഗവൺമെന്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ നിയോഗിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പ്രായോഗികമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ സ്വയം ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്ന മുഖ്യമന്ത്രിയുടെ സമീപനമാണ് തിരുത്തൽ വരുത്തേണ്ടത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ KS സംസ്ഥ. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് നിയമാനുസൃതമല്ല എന്ന് സമരസമിതി. ഇന്ത്യയിലുള്ള മുഴുവൻ വഖഫ് പ്രോപ്പർട്ടീസും ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം, അപ്ലോഡ് ചെയ്യണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശമുണ്ട്. മെയ് 17 കഴിഞ്ഞാൽ ഇത് കയറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് മെയ് 17 മുമ്പ് അവസാനമായി ഇതുപോലെ കയറ്റിയത്. മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള ഷാജി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വഖഫാണ്, VD സതീശന് തെറ്റുപറ്റിയതാണ്, അത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമായേക്കാം. വഖഫിനെ സംബന്ധിച്ചോളം വഖഫിന്റെ പ്രോപ്പർട്ടി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് 2019 വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അവർ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. നോട്ടീസ് തന്നിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഹിയറിംഗിന് വിധേയമാക്കിയില്ല. അടിയന്തിരമായി വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടുകൊണ്ട് നീതിയുക്തം മുനമ്പത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി സജോ ദേവസി ചേരുകയാണ്. സജോ, 2024 അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അധികാരത്തിലേറിയാൽ 10 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. അത് അധികാരത്തിലേറി 8 ദിവസമായിട്ടും പൂർത്തിയാക്കിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നത്. മധു, മുനമ്പത്തേത് സങ്കീർണമായ നിയമപ്രശ്നമാണ്. ഉമീദ് പോർട്ടലിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ്. അതായത് നേരത്തെ തന്നെ മുനമ്പത്തെ ഭൂമി വഖഫിന്റെ ആസ്തി രജിസ്റ്ററിൽ ചേർത്തിരുന്നു. പുതിയ ഭേദഗതി പ്രകാരം അവ അപ്ലോഡ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് പുതിയ നിഷ്കർഷയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. 10 മിനിറ്റിൽ പരിഹാരം സാധ്യമോ എന്നത് യഥാർത്ഥത്തിൽ അത്ര എളുപ്പമല്ല. കാരണം ട്രൈബ്യൂണലിൽ കേസ് നടക്കുന്നുണ്ട്. കമ്മീഷനെ ചൊല്ലിയുള്ള കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സുപ്രീം കോടതിയിലടക്കം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിലെ സവിശേഷമായ കാര്യം? ഇതിനിടെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചത് മുനമ്പത്തെ ജനങ്ങളുടെ ഒപ്പമാണ്, അവർക്ക് കരമടയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കും, കുടിയൊഴിപ്പിക്കലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന മട്ടിലാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ ഈ കുടിയൊഴിപ്പിക്കലിന് ഒക്കെ അപ്പുറത്തേക്ക് ഇതൊരു സാങ്കേതിക പ്രശ്നമാണ്. അതിനെ കുറെ കൂടി ഇതിന്റെ പ്രശ്നപരിഹാര ഫോർമുല എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതേസമയം LDF വിശദീകരിക്കുന്നത് വളരെ സാങ്കേതികമായ ഒരു കാര്യം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടന്നു. തികച്ചും സാങ്കേതികമാണത്, കേസിനെ ബാധിക്കില്ല, ഭൂ അവകാശം അവിടെ കൈവശക്കാർക്കൊപ്പമാണ് തങ്ങൾ എന്ന് അവരും പറയുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് കേവല രാഷ്ട്രീയത്തിനപ്പുറം ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാര ഫോർമുല എന്നതാണ് യഥാർത്ഥ ചോദ്യം. അതിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടുത്തെ മനുഷ്യർ പറയുന്നത് എല്ലാവരും ഞങ്ങളുടെ ഒപ്പം നിൽക്കണം, ഇവിടെ നിന്ന് കുടിയൊഴിയാൻ കഴിയുകയില്ല, വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് എന്ന കാര്യം അവരും പറയുന്നു. അതിനുമപ്പുറത്തേക്ക് ഇതിലെ രാഷ്ട്രീയം തന്നെയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇതിലെ നീതിയാണ് യഥാർത്ഥത്തിൽ ചർച്ചയാകേണ്ടത്. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വഖഫിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകണം, അവിടുത്തെ ജനങ്ങൾക്ക് കുടിയൊഴിക്കലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാകട്ടെ.